മുതിർന്ന CPM നേതാവ് MM ലോറൻസിന് പാർട്ടിയിൽ നിന്നുണ്ടായ അവഹേളനങ്ങൾ വിവരിച്ച മകൾ ആശ ലോറൻസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്വന്തം സഖാക്കൾ തന്നെ വെട്ടിനിർത്തിയെന്നും ആരോപണം. തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് നൽകിയ ശേഷം ലോറൻസിനെ പാർട്ടി തന്നെ തോൽപ്പിക്കുകയായിരുന്നുവെന്നും മകളുടെ ആരോപണം. MA ബേബി, EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ആശ ലോറൻസ് പ്രതികരിച്ചു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചിരിയാണ്. സുധീഷ്, പാർട്ടിയിൽ നിന്നും നിരന്തരം അവഹേളനങ്ങളാണ് അച്ഛന് നേരിടേണ്ടി വന്നത്. വെട്ടിനിരത്തിൽ തന്നെയാണ് നേരിടേണ്ടി വന്നത്. അത്രത്തോളം തിക്താനുഭവങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് FB പോസ്റ്റിൽ ആശ ലോറൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് ജനം TVയോടും വികാരാധീനിയായിട്ട് തന്നെയാണ് അവർ മനസ്സ് തുറന്നത്. ഏത് രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം? KP സുരേഷ്, MM ലോറൻസിന് പാർട്ടിയിൽ നേരിടേണ്ടി വന്ന തിക്ത അനുഭവങ്ങളുടെ ഓരോന്നും അക്കം പറഞ്ഞ് നിരത്തുന്നതായിരുന്നു ആശ ലോറൻസിൻ്റെ പ്രതികരണം. അതിലേറ്റവും പ്രധാനമായും MA ബേബി EMSന്റെ മൃതദേഹത്തിനരികിൽ നിന്നും ഉന്തിത്തള്ളി മാറ്റിയത്, EK നയനാർ മിണ്ടാതെ പോയത്, തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിത്വം നൽകിയ ശേഷം പാർട്ടി കാലുവാരി തോപ്പിക്കുന്നത്, അതിന് ചുക്കാൻ പിടിച്ചത് VS അച്യുതാനന്ദനാണെന്ന ആരോപണം തുടങ്ങി നിരവധി കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലെനിൻ സെൻറ്ററിൽ നിന്നും ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്, ഇത്തരം നിരവധി കാര്യങ്ങൾ. LDF കൺവീനർ സ്ഥാനം തന്നെ പാർട്ടിയിലെ ഒറ്റപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ രാജിവെക്കേണ്ടി വന്നത്, അതുമായി ബന്ധപ്പെട്ട EMS നടത്തിയ പ്രതികരണങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പാർട്ടി പറയുന്ന ന്യായീകരണങ്ങൾ, നേരത്തെയും അത്തരം ന്യായീകരണങ്ങൾ പാർട്ടി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് താരതമ്യം ചെയ്യുമ്പോഴറിയാം ഇപ്പോഴത്തെ പല പാർട്ടി നേതാക്കളുടെ, ഒരു ജില്ലാ കമ്മിറ്റിയിലെത്തുന്ന നേതാക്കളുടെ പോലും മക്കളുടെ ജീവിത സാഹചര്യം എത്രത്തോളം പാർട്ടിയിലെ ഒരു സ്ഥാനം കിട്ടുമ്പോൾ മെച്ചപ്പെടുന്നു. എന്നാൽ അതേ സ്ഥാനത്തെ ലോറൻസിന്റെ കുടുംബസ്ഥിതി എന്തായിരുന്നു? പാർട്ടിയിൽ ഇത്ര വലിയ സ്ഥാനം വഹിച്ചിട്ടും എന്തായി? കേന്ദ്ര കമ്മിറ്റി അംഗം, അതോടൊപ്പം തന്നെ LDF കൺവീനർ എന്നീ പദവികളിലെല്ലാം എത്തിയിട്ടും സാമ്പത്തികമായി ഒരു നേട്ടവും ഉണ്ടാക്കാത്ത MM ലോറൻസ് എന്ന സാധാരണ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു ജീവിതവും, അതേ കുറ്റപ്പെടുത്തി ഇല്ലെങ്കിൽ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തി പുറത്താക്കിയ നേതാക്കളുടെ ജീവിതശൈലിയും എല്ലാം തന്നെ താരതമ്യം ചെയ്താൽ അറിയാം ഈ പറയുന്നതിൽ കഴമ്പുണ്ട് എന്നത്. അത് പാർട്ടി എത്രത്തോളം എതിർത്താലും ആശ പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് തോന്നിക്കുന്നതാണ് ഇവരുടെ ജീവിത സാഹചര്യം. ഇല്ലെങ്കിൽ നമ്മൾ കണ്ട പഴയ പാർട്ടിയിലെ വെട്ടിനിരത്തലുകൾ അടക്കമുള്ള കാര്യങ്ങൾ. CI2 ഗ്രൂപ്പായി നിൽക്കുമ്പോൾ ലോറൻസ് നിന്ന് VSുമായി പോരാടുമ്പോൾ ആ രീതിയിൽ നിന്നും VS പക്ഷത്തിന് ഒരു അധികാര കൈവശം വന്നതിന് ശേഷം പാർട്ടിയിലുണ്ടായ ലോറൻസിൻ്റെ ഇടിവും, ഇല്ലെങ്കിൽ ഒരു തരത്തിൽ ഒന്നുമല്ലാതെ പാർട്ടി ഓഫീസുകളിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യവും, LDF കൺവീനർ സ്ഥാനം രാജിവെക്കുന്നത്, ലെനിൻ സെൻറ്ററിൽ നിന്നും ഇറക്കപ്പെടുന്നതും എല്ലാം പറയുമ്പോൾ അത് പാർട്ടിയിൽ വന്ന പുതിയ അധികാരപക്ഷം വരുമ്പോൾ ഉണ്ടായ വലിയ വെട്ടിനിരത്തലായി തന്നെ അതിനെ വിലയിരുത്തേണ്ടി വരും. എന്നാൽ VS പോലും പരസ്പരം, VSും ലോറൻസും പരസ്പരം മാനിച്ചിരുന്നെങ്കിൽ അതിന് പിന്നീട് വന്ന തലമുറ തീർത്തും അധിക്ഷേപിക്കുന്ന തരത്തിൽ, അവഗണിക്കുന്ന തരത്തിലേക്ക് ലോറൻസിനെ കണ്ടു. അതിൽ വലിയ രീതിയിലുള്ള വേദനയും ലോറൻസിനുണ്ടായിരുന്നു എന്നത് തന്നെയാണ് ആശ പങ്കുവെക്കുന്നത്. അത്തരത്തിൽ ആണ് ഈ ലെനിൻ സെൻറ്ററിൽ നിന്നും ഇറക്കപ്പെടുന്നത്. ഗോപി കോട്ടമുറയ്ക്കൽ പോലത്തെ പുതിയ തലമുറക്കാർ വലിയ രീതിയിൽ അവഹേളിച്ചു വിടുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ പാർട്ടിയിലുണ്ടായ തിക്താനുഭവങ്ങൾ, അതിൽ പാർട്ടിയിലെ വിഭാഗീയത ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ തലമുറ മാറ്റം, ഇപ്പോൾ നമ്മൾ സമീപകാലത്ത് ചർച്ച ചെയ്ത് G സുധാകരനോടക്കം ചിലർ കാണിക്കുന്ന ആ അവസ്ഥകൾ, അതിന് സമാനമായ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള അവഗണന ലോറൻസ് നേരിട്ടിരുന്നു എന്നത് അന്നത്തെയൊക്കെ വാർത്തകളായി തന്നെ വന്നിരുന്നതുമാണ്. ആ രീതിയിലാണ് EMSന്റെ മൃതദേഹത്തിനരികിൽ, EMS തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവായിരുന്ന ആ നേതാവിൻ്റെ മൃതശരീരം കാണാനെത്തിയ അവിടെ വെച്ച് MA ബേബി തള്ളി മാറ്റുന്നു എന്ന് പറയുമ്പോൾ അത് ലോറൻസ് തന്നെ പലരോടെയും ഫോണിൽ വിളിച്ച് വളരെ വേദനയോടെ പറയുന്നത് ആശ കേട്ടിരുന്നു എന്നാണ് ഇതിൽ കുറിച്ചിരിക്കുന്നത്. അത്തരം ഓരോ തിക്താനുഭവങ്ങൾ, അതിൻ്റെ ഏറ്റവും അവസാനമായി ഇപ്പോൾ നമ്മളുമായി സംസാരിച്ചപ്പോൾ, ജനം TVയുമായി സംസാരിച്ചപ്പോൾ ആശ പറയുന്ന കാര്യമുണ്ട്, ഈ ലോറൻസിൻ്റെ ഭാര്യയെ പോലും അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്ന പുത്തൻ സഹാക്കളുടെ ആ ഒരു സമീപനം, അതാണ് പാർട്ടിയിലെ ഇപ്പോഴത്തെ അവസ്ഥയെന്നാണ് ആശ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം പല അനുഭവങ്ങളുമാണ് ആശ CPMൽ നിന്ന് അകലാൻ കാരണമെന്നും ആശ പറയുന്നു. KP സുരേഷ്, നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയാണ് അല്പസമയം മുമ്പ് ജനം TVയുടെ ആശ ലോറൻസ് പങ്കുവച്ചത്. വരും ദിവസങ്ങളിൽ അതൊക്കെയും CPM സംബന്ധിച്ചിടത്തോളം, CPM നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.